ഹായ് ഫ്രണ്ട്സ്, ബസ് സ്റ്റോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ജിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അവിടെ നമ്മൾ സ്പ്രെഡിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നെക്കഡായിട്ട് ബൈ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ലോസും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന ഡിസ്റ്റർബൻസും ഒന്നും നമ്മൾ സ്പ്രെഡ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. നമുക്കിതൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു നെക്കഡ് ബൈയിങ് എന്താണ് ചെയ്യുന്നത്? മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അതിന് പകരം മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുള്ളിഷ് സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ബെയറിഷ് സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലാണ് ഞാനത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്ട്രാഡിലിനെ കുറിച്ചും അതേപോലെ തന്നെ സ്ട്രാങ്കിളിനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ സ്ട്രാഡിലും സ്ട്രാങ്കിളും രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ബൈ ബേസ്ഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സെൽ ബേസ്ഡ് വരുന്നുണ്ട്. രണ്ടും അതേപോലെ തന്നെയാണ്, ബൈ ബേസ്ഡും സെൽ ബേസ്ഡ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാഡിലും സ്ട്രാങ്കിളും പഠിക്കാം. സെൽ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാഡിലും സ്ട്രാങ്കിളും വരുന്ന സമയത്ത് തന്നെ നമുക്ക് അയൺ ഫ്ലൈയും അയൺ കോട്ടറും പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 മേളിൽ ക്യാപിറ്റൽ അടുപ്പിച്ച് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊരു ലോ പൊസിഷൻ ട്രേഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. തീറ്റ ഡി കെയുടെ ബെനിഫിറ്റ് കൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഇപ്പോൾ ബൈ ബേസ്ഡ് ആയിട്ടുള്ള പറയുമ്പോൾ നമ്മൾ നേക്കഡ് ആയിട്ട് ബൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാ മാർക്കറ്റിലും ഇത് വർക്ക് ചെയ്യണം എന്നില്ല. ചില ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സ്ട്രാഡിൽ എന്താണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് സ്ട്രാഡിൽ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് പോവാം. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ സ്ട്രാറ്റജി ബിൽഡർ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. നിയർ എക്സ്പയറി കൊടുക്കാം. ഇവിടെ ഫ്യൂച്ചർ മാറ്റി ഓപ്ഷൻസ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യമേ സ്ട്രാഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രാഡിൽ വളരെ എളുപ്പമാണ്. അറ്റ് ദ മണിയുള്ള ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക എന്നതാണ് സ്ട്രാഡിൽ കാണിക്കുന്നത്. ബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാഡിൽ. സെൽ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാഡിൽ വരുമ്പോൾ സെയിം തന്നെയാണ്. അറ്റ് ദ മണിയുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്യാപിറ്റൽ കൂടുതൽ വേണം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ബൈ മാത്രം നോക്കി പോകാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് വരുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത്, നമ്മൾ കൊടുത്ത പ്രീമിയം എത്രയാണോ അതാണ് നമുക്ക് മാക്സിമം വരുന്ന ലോസ്. 8,732 റുപ്പീസാണ് മാക്സിമം നമുക്ക് വരാവുന്ന ലോസ്, നമ്മൾ കൊടുത്ത പ്രീമിയം. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ ആ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് നമുക്ക് ആ ഒരു പ്രീമിയം ലോസ് വരുന്നത്. അതായത് 17,600 റുപ്പീസിൽ തന്നെയാണ് മാർക്കറ്റ് ഈ വരുന്ന തേഴ്സ്ഡേയിൽ എക്സ്പയറി ആവുന്നതെങ്കിൽ നമുക്ക് മാക്സിമം ലോസായി ഈ ഒരു എമൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, നമുക്ക് മാർക്കറ്റ് വളരെ വലുതായിട്ട് തന്നെ മേളിലേക്കോ താഴേക്കോ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ മാർക്കറ്റ് മേളിലേക്കോ താഴേക്കോ പോകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായ എഫക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞുണ്ടായ RBI പോളിസി അല്ലെങ്കിൽ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ്, അങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ന്യൂസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡിലേക്കും നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരിക്കലും നിങ്ങൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് ഇവന്റ് വരുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ എടുത്ത് നോക്കാം. മാർക്കറ്റിനെ കാര്യമായ രീതിയിൽ ആ ഒരു ന്യൂസ് സ്വാധീനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൂ ലൈനാണ് നമുക്ക് വരുന്ന മാക്സിമം ലോസും ഒക്കെ കാണിച്ചിരുന്നത്. ഇതിവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാക്സിമം ലോസ് ഈ ഒരു ബ്ലൂ ലൈൻ കാണിച്ചിരുന്നത് 9 റുപ്പീസാണ്. പക്ഷെ അത് ചെറിയ വേരിയേഷൻ ഒക്കെ വരും. കാരണം IVയുടെ ചേഞ്ചസ് കൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയത്തിൽ DK വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അന്നത്തെ ദിവസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം വരാവുന്ന ഒരു ലോസ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 500 to 600 റുപ്പീസിനകത്ത് തന്നെ ആയിരിക്കും അന്നത്തെ ദിവസം ഫുൾ ഡേ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. അതായത് തിങ്കളാഴ്ച എടുത്തു, തിങ്കളാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷയാണെങ്കിൽ കാര്യമായ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വരാവുന്ന ലോസ് അത് തന്നെയാണ്. പക്ഷേ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീറ്റ DK വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലോസ് കൂടി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് സ്ട്രാഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രാങ്കിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ സ്ട്രാഡിൽ നമ്മൾ എന്താണ് കണ്ടത്? അടുത്ത മണിയുള്ള ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ സ്ട്രാങ്കിളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കസ്റ്റമൈസ്ഡ് ആണ്. നിയർ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനും നിയർ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാങ്കിൾ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ബൈ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് വരുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് 2,760 രൂപയാണ് മാക്സിമം നമുക്ക് വരാവുന്ന ലോസ്. അത് നെക്സ്റ്റ് എക്സ്പയറി ഡേ വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഈ ട്രേഡിൽ എൻട്രി ചെയ്യാൻ വേണ്ടുന്ന ക്യാപിറ്റലും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ എൻട്രി ചെയ്ത എമൗണ്ട് എത്രയാണോ അതാണ് നമുക്ക് മാക്സിമം വരാവുന്ന ലോസ്.
അപ്പോൾ അത് എക്സ്പയറി ഡേ വരെ ഹോൾഡ് ചെയ്താൽ മാത്രമാണ് അത് വരുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ബുള്ളിഷ് ആണ് എന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോസ് അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1-2 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. എക്സ്പയറിയുടെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം DK കൂടുതലായിരിക്കും. അല്ലാതെ തന്നെ DK ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഈ പറയുന്ന കണക്ക് മാർക്കറ്റിലൊരു നല്ല ബുള്ളിഷ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലോസ് കവർ ചെയ്ത് പോകാവുന്നതാണ്. ഗാമ എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന കണക്ക് ഈ ഒരു ബ്ലൂ ലൈനിൽ തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ ഏത് പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ നമുക്ക് ഈ ഒരു ബ്ലൂ ലൈനിൽ നമുക്ക് കാണിച്ചു തരും. അതേപോലെ തന്നെ എക്സ്പയറി ഡേ വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ ഇതിനകത്ത് വരാവുന്ന മാക്സിമം പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നതാണ്. നേക്കഡായിട്ട് ബൈയിങ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഓൾറെഡി ലോസ് ഒക്കെ മേക്ക് ചെയ്ത് നിൽക്കുകയാണ്, മാർക്കറ്റിനെ കുറിച്ച് അറിയണം, പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതേപോലുള്ള സ്ട്രാറ്റജീസ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്ട്രാഡിലും സ്ട്രാങ്കിലും പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രാഡിൽ ഇത് ഇൻബിൽഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ട്രാഡിലാണ് ഓപ്സ്ട്രായുടെ പ്ലാറ്റ്ഫോം തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇത് മാറ്റിയിട്ട് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന നിഫ്റ്റി എന്ന് പറയുന്നത് 17,600 അടുപ്പിച്ചാണ്. അപ്പോൾ ഞാൻ ഒരു 200 പോയിന്റ് എബോവ് ഉള്ളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാണ്. 17,800ൻ്റെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രീമിയം എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. 200 പോയിന്റ് താഴെയുള്ളൊരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഗ്രാഫ് കാണാൻ സാധിക്കും. നമുക്കിതിന് വേണ്ടുന്ന മാക്സിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,222 രൂപയാണ്. നമ്മുടെ മാക്സിമം വരാവുന്ന ലോസും മാക്സിമം ക്യാപിറ്റലും അത് തന്നെയാണ്. നിങ്ങളിത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ എക്സ്ട്രീംലി ബുള്ളിഷോ ബെയറിഷോ ആയ ദിവസങ്ങളിലോ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നേക്കഡായിട്ട് ബൈ ചെയ്യുന്നതിനും സെല്ല് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് താഴോട്ട് പോയാലും നമുക്ക് നമ്മുടെ ലോസ് ഹിറ്റ് ചെയ്യില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയാൽ എന്താ സംഭവിക്കുക, കോൾ പ്രീമിയം കുറയും, പുട്ട് പ്രീമിയം കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ലോസ് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഒരു 200-300 റുപ്പീസിനകത്ത് തന്നെ നമ്മുടെ ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അന്നത്തെ ദിവസം തന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. അടുത്ത ദിവസം ആവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് തീറ്റ DK എത്രയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള വേരിയേഷൻ വന്നുകൊണ്ടിരിക്കാം. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലോസിന് മേളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. എപ്പോഴും 1 ട്രൈ ചെയ്യുക, പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം റിയൽ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെൽ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ എളുപ്പം ബിഗിനേഴ്സിന് പറ്റുന്ന 2 സ്ട്രാറ്റജീസ് മാത്രമേ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് സ്പ്രെഡും അതേപോലെ തന്നെ ബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാഡിലും സ്ട്രാങ്കിലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പേപ്പർ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ബൈ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത്.